ഹായ് ഫ്രണ്ട്സ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റൈൽ ബൈ ആര്യ. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കരുനാഗപ്പള്ളി പോവാം കേട്ടോ. അപ്പം അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. പക്ഷെ അതിന് മുമ്പ് ഞാൻ തീരുമാനിച്ചില്ല ഞാൻ പോകുന്നതെന്ന്. പെട്ടെന്നടുത്ത് തീരുമാനമായിരുന്നു. കാരണം അവരും അച്ഛനും അമ്മയും ചേട്ടത്തി കൂടെ പോയിരുന്നായിരുന്നു. പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കില്ല, അങ്ങനെ ഞാനും പോന്നു. പിന്നെ പൊന്മാൻ സിനിമയിലെ കുറേ രംഗങ്ങൾ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. എല്ലാ KSRTC ബസ്സിനകത്ത് നായിക കയറി പോകുന്ന ഒരു രംഗമൊക്കെ ഇല്ല, അത് ഇവിടെ നിന്ന് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുറച്ച് നേരം ഉറങ്ങിയായിരുന്നു. പിന്നെ അവൾ എണ്ണീറ്റ്, പക്ഷെ ഉറക്കം അങ്ങോട്ട് തെളിഞ്ഞില്ല. പിന്നെ കുറച്ച് നേരം അവൾ ക്യാമറയിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഈ അമ്മ എന്ത് ഈ കാണിക്കുന്നതെന്ന് നോക്കിയിരിക്കുക അവൾ. അപ്പോൾ ഞങ്ങൾ വന്നത് ചുങ്കത്ത് ജ്വല്ലറിയിലാട്ടോ, കരുനാഗപ്പള്ളിയിലെ. ഒരു വള മേടിക്കാൻ വേണ്ടി വന്ന കേട്ടോ. അവളോട് ഞാൻ പറയുന്നു ഒന്ന് ഹായ് കാണിക്കാൻ, പക്ഷെ അവൾ മൈൻഡ് പോലും ചെയ്തില്ല. എന്നാൽ പിന്നെ വെറുതെ ഇരിക്കില്ല, എന്നാൽ പിന്നെ കുറച്ച് വളകൾ കിട്ടിയെന്ന് കുറച്ച് ഷോ കാണിക്കാമെന്ന് കരുതി അങ്ങനെ കൈ കിട്ടിയ കുറേ വളയൊക്കെ എടുത്തിരുന്നു. കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് മുഷിഞ്ഞപ്പോൾ അവിടെ നിന്നിട്ട് ഇപ്പോൾ ഒരു മിറർ കണ്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പം പിന്നെ അവിടെ നിന്നപ്പോൾ വിചാരിച്ചെന്നാൽ ഡയമണ്ട് സെക്ഷനിലോട്ട് പോയിട്ട് ഡയമണ്ട് ആക്കി നിട്ട് നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെ പോയി ഫസ്റ്റ് എടുത്ത് ഈ ഒരു മാല കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഈ മാല കാണാൻ. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ മാല, ഡയമണ്ടിൻ്റെ മാല ഇടുന്നത്. പിന്നെ ഈ ഒരു മാല എനിക്ക് ഇഷ്ടപ്പെട്ട്. മാലയല്ലല്ലോ, നെക്ലസ് അല്ലേ, അതും ഇഷ്ടപ്പെട്ട്. പക്ഷെ അതിന് മാച്ചായിട്ട് കമ്മലൊന്നും കിട്ടിയില്ല. വേറൊരു കമ്മലിൻ്റെ മാത്രമുള്ള സെക്ഷനിനകത്ത് അധികം ഒരു കമ്മലെടുത്തിട്ട് ഞാൻ, പക്ഷെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ഇടുന്നതിന് ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. നല്ല രസമാണ്, പ്രത്യേക ഭംഗി കേട്ടോ. പിന്നെ വില കേട്ടപ്പോൾ പിന്നെ സംതൃപ്തിയായി. പിന്നെ അവിടെ നിന്ന് എണ്ണീറ്റ് ഞാൻ പിന്നെ പോയത് സാധാ ഗോൾഡിൻ്റെ കമ്മലുണ്ടല്ലോ, അത് നോക്കാൻ പോയതാണ്. ഇതൊക്കെ ഞാൻ മേടിക്കാൻ കേട്ടോ, എന്തായാലും വന്നതല്ലേ, ഇപ്പം അവിടുത്തെ കളക്ഷൻസൊക്കെ നിങ്ങളവിടെ കാണിക്കാമെന്ന് വെച്ച് അങ്ങനെ എടുത്ത കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് അവിടെ നിന്നപ്പോൾ കോഫിയും കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ കോഫിയും കുടിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വേറൊരു വാശി, ഇവിടെ ഭയങ്കര കരച്ചിലുമായി ബഹളമായി. അവൾക്ക് ആ കോഫി മൊത്തത്തിൽ വേണം. ഞാൻ പറഞ്ഞു മോളത് ചൂടാ, കുറച്ച് ഒഴിച്ചു തരാം. അവൾ സമ്മതിക്കത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ എടുത്തും കൊടുത്ത്. ഈ കണ്ടാ പഠിക്കാത്തവൻ കൊണ്ടാ പഠിക്കുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെ കുടിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി ചൂടാകും. പിന്നെ ഞാൻ തണുപ്പിച്ച് പിന്നെ ഞാൻ കൊടുത്തത്. അപ്പോൾ പുള്ളിക്കാരി കുടിച്ച്, പിന്നെ ഞാനൊരുന്ന് കുടിച്ചു. പിന്നെ വിചാരിച്ച് കുറച്ച് കമ്മലും കിട്ടും നോക്കാമായിരുന്നു. അങ്ങനെ കമ്മലിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ട് ഫസ്റ്റ് ഇനി എൻ്റെ കണ്ണി ഉടക്കിയത് ഈ കമ്മൽ കേട്ടോ. അപ്പം തന്നെ ഞാൻ ആ കമ്മലെടുത്തും കിട്ടും. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല വെയിറ്റും ഉണ്ട്. പക്ഷെ കണ്ടാൽ പറയില്ല വെയിറ്റുള്ളതെന്ന് പറയത്തില്ല. പിന്നെ അടുത്തതിട്ട് ഈ ഒരു ജിമിക്ക കേട്ടോ, ഇത് നല്ല രസമുണ്ട് ഈ കാണാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഇത് സൂപ്പർ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കമ്മല. സിറ്റി സാരി കൊടുക്കുമ്പം നല്ല ലുക്കാട്ടോ ഇത് ഇട്ടുകൊണ്ട് പോയ, ഇഷ്ടപ്പെട്ടത്. പിന്നെ വന്നതല്ലേ എന്നാൽ ഈ മാലയും ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ആ മാലയും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒരു ഫോട്ടോ, എന്തായാലും വന്നില്ലേ, എന്തായാലും കമ്മലിൻ്റെ എടുത്തു, ഡയമണ്ടിൻ്റെ എടുത്തു, പിന്നെ ഇതും കൂടെ എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല സഹകരണം കേട്ടോ. അപ്പോൾ അവർ നമ്മൾ എന്താ പറയുന്നത്, ഇപ്പം സഹകരണം ഉണ്ടെങ്കിലേ നമുക്കിതായാലും അവർ തന്നല്ലോ, നമ്മളെ വിശ്വസിച്ച് തന്നല്ലോ, ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇതാണ് കേട്ടോ. ഞങ്ങൾ പണ്ട് തൊട്ടേ ഇവിടെ നിന്ന് കേട്ടോ ഗോൾഡ് എടുക്കുന്നത്. അപ്പം നമുക്ക് അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പം പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു മൂക്ക് കുത്താം അങ്ങനെ. അപ്പോൾ ആദ്യം കുത്തി ചേട്ടത്തി, മൂക്കല്ല കേട്ടോ, ചേട്ടത്തി എന്താ ഇപ്പോഴേ കാതൊന്നും കുത്തുന്നില്ല, ഭയങ്കര വേദനയാന്നൊക്കെ പറഞ്ഞ്. പക്ഷെ പുള്ളിക്കാരിക്ക് നല്ല ആഗ്രഹമുണ്ട് കുത്തായിരുന്നു, അതെപ്പോഴും പറയുമായിരുന്നു. അപ്പം പിന്നെ അവിടെ ഇരുന്ന് ഞാൻ കുറച്ച്
പ്രോത്സാഹനമൊക്കെ കൊടുത്ത് അങ്ങനെ ലാസ്റ്റ് ഞാൻ കുത്തിപ്പിച്ച് 2 എണ്ണം കുത്താമെന്ന് ചേട്ടത്തി മൊത്തത്തിൽ 4 എണ്ണം കുത്തിച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം പിന്നെ മൂക്കൂടെ കുത്താന്ന്. അങ്ങനെ ഞാൻ ഓൾറെഡി ഒരു മൂക്കുത്തി ഉണ്ട്. ഇപ്പോൾ പിന്നെ ട്രെൻഡിങ് ആണല്ലോ, എവിടെ നോക്കിയാലും 2 മൂക്കുത്തിയുള്ളവരുണ്ടല്ലോ. അങ്ങനെ അതിന് മുമ്പ് എനിക്കിഷ്ടമാണ്, പക്ഷേ സാഹചര്യം അങ്ങ് ഒത്തു വന്നില്ല. പിന്നെ ഇപ്പം ചേട്ടനോടൊക്കെ വിളിച്ച് ചോദിച്ച് അങ്ങനെ ഒരു ഉറപ്പിന്മേൽ ഞാനങ്ങ് കുത്തി. പിന്നെ വിചാരിച്ചു എന്നാൽ ഇപ്പോഴത്തെ ബുഗാടി ഉണ്ടല്ലോ, അത് ഇപ്പോഴത്തെ ട്രെൻഡിന് പോകുന്നതല്ല, ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ബുഗാഡിയും കൂടെ കുത്താമെന്ന് വെച്ച് അങ്ങനെ ഞാൻ 2 സൈഡിലും കുത്തി. പക്ഷേ ബുഗാടി ഇട്ടില്ല കേട്ടോ, അത് പിന്നെ നമുക്ക് പൈസ ഉള്ളപ്പോൾ പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.